ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ഓൾ. നിങ്ങൾക്ക് സീരിയസ് ആയിട്ടും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം എന്ന ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നോക്കുക. സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ബിസിനസ്സിനെ പറ്റി കംപ്ലീറ്റ് ആയി അറിയാൻ പറ്റുള്ളൂ. എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്? ഞാനിത് എക്സാമ്പിളായിട്ട് ആമസോണിൽ ചെയ്യുന്ന പോലെ പറഞ്ഞുതരാം. ആമസോൺ ഒരു കമ്പനിയാണ്, ഒരുപാട് സാധനങ്ങൾ അതിൽ വിൽക്കുന്നുണ്ട്. ഇതിൽ നമ്മുടെ പണി എന്താണെന്ന് വെച്ചാൽ ഈ പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രൊമോട്ട് ചെയ്യുന്നു. നമ്മൾ പ്രൊമോഷൻ ചെയ്തത് കണ്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്ത ഒരു സാധനം ഒരാൾ വാങ്ങുന്നു. അപ്പോൾ നമുക്ക് കമ്പനി അതിൻ്റെ കമ്മീഷൻ തരും. എങ്ങനെയാണ് നമ്മൾ ഈ പ്രൊഡക്ട്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിന് ഒരു ഡൗട്ട് ഉണ്ടാവും. എല്ലാ പ്രൊഡക്ട്സിലും ഒരു ലിങ്ക് ഉണ്ടാവും, അതാണ് അഫിലിയേറ്റ് ലിങ്ക്. നമ്മൾ ഈ യൂട്യൂബിലും ഷോർട്സിലൊക്കെ കാണാറില്ലേ, ഓരോ പ്രോഡക്ട്സ് കാണിച്ചിട്ട് അതിൻ്റെ ലിങ്ക് കമൻറ്റിൽ ഉണ്ടാവും എന്ന് പറയുന്നത്, അതാണ് അഫിലിയേറ്റ് ലിങ്ക്. അതേപോലെ തന്നെ നമ്മൾ ഓരോ പ്രൊഡക്ട്സ് പ്രൊമോട്ട് ചെയ്യുമ്പോഴും ഒരുപാട് ആൾക്കാർ അത് കാണും. ആവശ്യമുള്ളവർ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ സെയിലിനും കമ്മീഷൻ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് ആമസോണിൽ തന്നെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്താൽ പോരെ, എന്തിനാ പുതിയ പ്ലാറ്റ്ഫോം എന്ന്. അതായത് ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് രണ്ട് തരമാണ്, ഫിസിക്കൽ പ്രൊഡക്റ്റും ഡിജിറ്റൽ പ്രൊഡക്റ്റും. ഫിസിക്കൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആമസോണിൽ നിന്നൊക്കെ പ്രൊഡക്ട്സ് എടുത്ത പോലെ നമുക്ക് ടച്ച് ചെയ്യാനും ഫീൽ ചെയ്യാനും പറ്റും. ഡിജിറ്റൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റാണ്. കാരണം നിങ്ങൾക്ക് ഇത് ടച്ച് ചെയ്യാനോ ഫീൽ ചെയ്യാനോ കഴിയില്ല. ഫിസിക്കൽ പ്രൊഡക്റ്റിൽ നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ, അതായത് ആമസോണിലൊക്കെ നമ്മൾ അഫിലിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന കമ്മീഷൻ വെറും 1-10% മാത്രമാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ടി വിൻ്റെ വില 20,000 രൂപയാണ്. നമ്മളിത് പ്രൊമോട്ട് ചെയ്ത് ഇത് ആരെങ്കിലും വാങ്ങിച്ചാൽ നമുക്ക് കിട്ടുന്ന കമ്മീഷൻ വെറും 2%, അതായത് 400 രൂപ. പക്ഷേ ഡിജിറ്റൽ പ്രൊഡക്ട്സിൽ നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന കമ്മീഷൻ 70-90% ആണ്. ഇതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ 10,000 രൂപയുടെ ഒരു സാധനം സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കമ്മീഷൻ 9,000 രൂപയാണ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് നല്ലൊരു ഇൻകവും വീക്ക്ലി ഉണ്ടാക്കാം. ഇനി നിങ്ങൾ ഇത്ര നേരം വിചാരിച്ചുകൊണ്ടിരുന്ന കാര്യം ഞാൻ പറയാം, ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടോയെന്ന്. ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ ഇതുവരെ ഒരു ബിസിനസ്സും വിജയിച്ചിട്ടില്ല. നമ്മൾ ഏതൊരു സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും പഠിക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഫീസ് എന്തായാലും കൊടുക്കണം. അതേപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ പൈസയിൽ നമുക്ക് ഈ കോഴ്സൊക്കെ പഠിച്ച് അതേ മാസം തന്നെ ഇതിൻ്റെ ഡബിളും ത്രിബിളും ഒക്കെ പൈസ ഉണ്ടാക്കാം. ഒരുപാട് പേര് എന്നോട് ഇപ്പോഴും ചോദിക്കുന്നുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാണ്ട് ഒരു ബിസിനസ്സും ഇല്ലേ ബ്രോ എന്ന്. എനിക്കിപ്പോൾ എൻ്റെ മെൻറ്റർ പറഞ്ഞു തന്ന അതേ ആൻസർ തന്നെയാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. ഐ എം വെരി സോറി ബ്രോ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബിസിനസ് ഫ്രീ ആയി കിട്ടുമെന്നുണ്ടെങ്കിൽ 95% ആൾക്കാരും മിഡിൽ ക്ലാസ് ആയിട്ടും 5% റിച്ച് ആയിട്ടും ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. നമ്മുടെ ലൈഫിൽ ഫ്രീ ആയിട്ട് എല്ലാം കിട്ടുമെന്ന് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിരിക്കാനേ പാടില്ല. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാണ്ട് ഇതുവരെ ഒരാളും സക്സസ് ആയിട്ടുമില്ല.